ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു ഔഷധ ചെടി നിങ്ങളെ കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എരുക്ക്. അത് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുമായിരിക്കും. പിന്നെ വഴിയരികിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂവും ഇതിൻ്റെ ഇലകളും നമുക്ക് ശരീരവേദനയ്ക്കും ശരീരത്തിലുള്ള നീർക്കെട്ടെല്ലാം മാറാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലിട്ട് തിളപ്പിച്ച് ശരീരത്ത് പിടിക്കുന്നത് അല്ലെങ്കിൽ കുളിക്കുന്നത് എല്ലാം നല്ലതാണ്. ഇതിൻ്റെ കറയാണ് അതിൻ്റെ ഒരു ഔഷധമെന്ന് പറയുന്നത്. കറ നിങ്ങൾക്ക് കാണാമായിരിക്കും, ഞാനത് ഇല പറിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിലൊരു വെള്ള കളറിൽ പാലിൻ്റെ രൂപത്തിൽ കാണും. ആ ഇലയിലും കാണും, ആ തണ്ടുകളിലും ഈ കറ കാണും. ഈ തണ്ടിലും ഞാനത് കാണിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവുമായിരിക്കാം കറ ഇങ്ങനെ ഒഴുകി വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആ കറ മാത്രമല്ല, ഇലയും തണ്ടും എല്ലാം പൂവും എല്ലാം നമ്മൾ ആ വെള്ളത്തിലിട്ട് കുളിക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പം ഈ പ്രസവിച്ച് കഴിയുന്നവർക്ക് ഈ വേദ് കുളി ഉണ്ടല്ലോ, അപ്പോൾ വേദ് തിളപ്പിക്കുന്ന വെള്ളത്തിലും ഈ ഇലയിട്ട് തിളപ്പിച്ച് വേദ് കുളിപ്പിക്കാവുന്നതാണ്. ഞാനിതിൻ്റെ പൂവ് ഉപയോഗിക്കാറുണ്ട്. പൂവെന്ന് പറയുന്നത്, ഞാൻ ശിവഭക്തിയാണ്, ഒരു ശിവഭക്തിയാണ്. അപ്പോൾ എല്ലാ തിങ്കളാഴ്ച ദിവസവും ശിവക്ഷേത്രത്തിൽ പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പൂ പറിച്ച് കെട്ടി മാലയാക്കി കൊണ്ട് ഭഗവാന് കൊടുക്കാറുണ്ട്. ഭഗവാന് കഴുത്തിലത് ചാർത്തി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തോ ഭയങ്കര എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് അങ്ങനത്തെ ഒരു സന്തോഷവും ഒരു സമാധാനവും എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞാനത് അതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ ഭക്തിപൂർവ്വം വളർത്തി വലുതാക്കിയ ചെടിയാണിത്. ഇത് നമ്മളെ കുഞ്ഞിക്കിളികളിരുന്ന് റംബൂട്ടാൻ്റെ ചെറിയൊരു റംബൂട്ടാൻ തൈ അതിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്, എരുക്കിനടുത്ത്. അതിൽ കൂട് വെച്ചിരുന്നതാണ്. കുഞ്ഞുകിളികളൊക്കെ പറന്നുപോയി. അപ്പം ഇതുപോലൊരു ചെറിയ തണ്ടിനൊന്നും വലിയ വണ്ണമൊന്നുമില്ല, ചെറിയൊരു ഒരു ചെടിയാണ്. പക്ഷെ ഒരുപാട് ശിഖരങ്ങളൊക്കെ വന്ന് ഞാനിത് ഇത്രയും രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരുപാട് പ്രാവശ്യം ഇതങ്ങ് അങ്ങ് പോകാനുള്ള ഒരു ഇതിലൊക്കെ വന്നെങ്കിലും ഞാൻ വീണ്ടും വെള്ളം വീഴ്ത്തുകയും അതിൻ്റെ മൂട്ടിൽ മണ്ണിട്ട് കൊടുക്കുകയും എല്ലാം ചെയ്ത് ഞാനത് പരിപാലിച്ച് കൊണ്ടുവന്ന് എനിക്കിപ്പം നന്നായിട്ട് എനിക്ക് അമ്പലത്തിൽ പൂ കൊണ്ടുപോകാനായിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ പൂവാണ് ഞാനിത് പറിച്ച് കാണിക്കുന്നത്. ഇത് ഒരു പർപ്പിൾ നിറത്തിലുള്ള പൂവാണ്. ഇതാണ് ശരിക്കും എരുക്കിൻ്റെ നല്ല എരുക്ക് എന്ന് പറയുന്നത്. വെള്ളയും ഉണ്ട്, അത് ഏറ്റവും നല്ലത് ഈ ഒരു നിറത്തിലുള്ള എരുക്കാണ്, എരുക്കിൻ്റെ പൂവാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ അഭിപ്രായം കമൻ്റായിട്ട് പറയണം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ വരുന്നത് വരെ ബായ്.